ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു തലമുറ മാറ്റം ഏറെക്കുറെ ഉറപ്പായ ഒരു മട്ടാണ്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ഒരു ODI സീരീസ് ഈ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് കരുതിയതാണ്. പക്ഷെ അത് പല സുരക്ഷാ കാരണങ്ങൾ കാരണം അത് നടക്കുന്നില്ല എന്ന് പറയുന്നു. അത് കാരണം ഇന്ത്യ ശ്രീലങ്ക ODI സീരീസ് നടക്കാൻ സാധ്യതയുണ്ടെന്നും അതിലേക്ക് ഗില്ലിനെ തന്നെ ക്യാപ്റ്റനായിട്ട് പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി തെറിക്കുകയും ചിലപ്പോൾ രോഹിത് ശർമ്മ ടെസ്റ്റിലേതുപോലെ റിട്ടയർ ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഗില്ലിനെ ക്യാപ്റ്റനാക്കാനാണ് ഗംഭീർ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതാണ് പൊതുവെ പുറത്തു വരുന്ന വാർത്ത. അതേപോലെ തന്നെ കോഹ്ലിയുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമാവുമെന്നാണ് കേൾക്കുന്നത്. രോഹിത് കോഹ്ലി എന്നുള്ളൊരു ദ്വയം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏകദേശം അവസാനിച്ച മട്ടാണ് എന്നാണ് പൊതുവെ ഉള്ള പുറത്ത് വരുന്ന വാർത്തകൾ. സായി സുദർശനെ പോലെയുള്ള ഒരുപാട് ടാലൻസ് ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ കോഹ്ലിക്കും ഒരുപാട് കാലം സർവൈവ് ചെയ്യാൻ പറ്റും തോന്നില്ല. അതേപോലെ തന്നെ ജയ്സ്വാൾ ഓപ്പണിങ്ങിന് വേണ്ടി, ഗിൽ എന്തായാലും ഒരു ഓപ്പണർ ആയിരിക്കും, അപ്പോൾ ജയ്സ്വാൾ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി ഒരു പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ രോഹിത് ശർമ്മയ്ക്കും ഒരുപാട് കാലം ഓപ്പണിംഗ് സ്പോട്ടിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു തലമുറ മാറ്റം BCCI ഉറപ്പിച്ച മട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോഹ്ലിയും രോഹിത്തും കളിച്ച അവസാനത്തെ മാച്ച് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ഇവർ രണ്ടുപേരും അടുത്ത ശ്രീലങ്ക സീരീസിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ രോഹിത്ത് മാത്രമാണ് ഉണ്ടാവാതിരിക്കുക. കോഹ്ലി ചിലപ്പോൾ പിന്നെയും കളിക്കൽ തുടരും. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.